ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടി മനു ഭാക്കർ. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടം കൂടി മനു സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഫൈനൽ ഇനത്തിലാണ് 221.7 സ്കോറോടെ മനു ഭാക്കർ വെങ്കല മെഡൽ നേടിയത്. ഇന്ത്യയ്ക്കായി മെഡൽ നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്നെ പിന്തുണച്ച ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും മനു ഭാക്കർ ആകാശവാണിയോട് പ്രതികരിച്ചു. കൊറിയൻ ഷൂട്ടർമാരായ കിം യെജി, ഓ എ ജിൻ എന്നിവർക്കെതിരെയായിരുന്നു മനു തന്റെ അസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മനു ഭാക്കറിനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. മനു ഭാക്കറിന്റെ ഈ നേട്ടം നിരവധി കായിക താരങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രചോദനമാകുമെന്നും ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെയെന്നും രാഷ്ട്രപതി ആശംസിച്ചു. ഇന്ത്യയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയായി മാറിയതിനാൽ ഇത് ചരിത്ര നേട്ടമാണെന്നും ഈ വിജയം കൂടുതൽ അഭിമാനം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമീപ വർഷങ്ങളിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ ആവേശം രാജ്യമെമ്പാടും ഉയർന്നതായി ശ്രീ മോദി. ഈ വർഷവും ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ harkartiranga.com അപ്ലോഡ് ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓഗസ്റ്റ് 15 മുന്നോടിയായി വിവിധ നിർദ്ദേശങ്ങൾ MyGov പ്ലാറ്റ്ഫോമിലൂടെയും നമോ ആപ്പിലൂടെയും അയക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കഴിയുന്നത്ര നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. നാളെ നടക്കാനിരിക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ടോക്കിയോയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ ഇരുവരും ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം മികച്ച നിലയിൽ പുരോഗമിക്കുന്നതായും ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സെൻട്രൽ ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. JNU ഗവേഷണ വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നവീൻ ഡെൽവിനാണ് മരിച്ച മലയാളി. തെലങ്കാന, ഉത്തർപ്രദേശ് സ്വദേശികളായ പെൺകുട്ടികളാണ് മരിച്ച മറ്റു 2 പേർ. സംഭവത്തിൽ കോച്ചിംഗ് സെന്റർ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അതീവ ദുഃഖം രേഖപ്പെടുത്തി. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ഡിവിഷണൽ കമ്മീഷണറോട് നിർദ്ദേശിച്ചു. സംഭവത്തിന് കാരണക്കാരായവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള 13ാം ദിവസത്തെ ശ്രമവും പരാജയപ്പെട്ടു. ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയാണെന്ന് കാർവാർ MLA അറിയിച്ചു. അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതായി റിപ്പോർട്ടുകൾ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ പിണറായി വിജയൻ സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയത്. കൂടുതൽ ഊർജിതമായും ആവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചും തിരച്ചിൽ തുടരണം. ഫലപ്രാപ്തി ഉണ്ടാകുന്നതുവരെ രക്ഷാപ്രവർത്തനം തുടരാൻ നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിപ നിയന്ത്രണങ്ങളിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവ് വരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. ജില്ലാ ഭരണകൂടം ഇതു സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കും. ഐസൊലേഷനിലുള്ളവർ കൃത്യമായി ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. മാസ്ക്, സാമൂഹിക അകലം എന്നിവ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഒരാൾ മാത്രമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കും. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 1 ജില്ലാ പഞ്ചായത്ത്, 4 ബ്ലോക്ക് പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 169 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അതിൽ 76 പേർ സ്ത്രീകളാണ്. വോട്ടെടുപ്പിന് 211 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്കയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 വിക്കറ്റ് നഷ്ടത്തിൽ 8 പന്ത് ബാക്കി നിൽക്കെ 167 റൺ നേടി ലക്ഷ്യം കണ്ടു. ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.